ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വനേസ എൻവി ഡാർക്ക് എന്ന പെർഫ്യൂമാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു പെർഫ്യൂമാണ് ഈ എൻവി ഡാർക്ക്. ഇതുപോലെ മൂന്നെണ്ണം ഉണ്ട്. ഈ ബ്ലൂ കളറിലും റെഡ് കളറിലും ഒരെണ്ണമുണ്ട്, പിന്നെ ബ്ലാക്ക് കളറിലും ഒരെണ്ണമുണ്ട്. ടോട്ടൽ 3 ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ അത് മൂന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്ത് പോവാം. ഐ തിങ്ക് ഇത് മുമ്പെന്നോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഓർക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻവി ഡാർക്ക് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. സോ എൻവി സാധാരണ നമ്മൾ എൻവി പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 500 റുപ്പീസിനുള്ളിലൊക്കെ അത്യാവശ്യം തിരക്കടില്ലാത്ത ഫ്രാഗ്രൻസുകൾ തരുന്ന ഒരു ബ്രാൻഡാണ് വനേസ എൻവി എന്നുള്ളത്. സോ ഈ ഞാൻ വനേസ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ മാനുഫാക്ചറിങ്ങും മാർക്കറ്റിംഗും ഒക്കെ വനേസയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവർ ആ ബ്രാൻഡ് നെയിം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കമ്പനി തന്നെയാണ് ഡെൻവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും, അതുപോലെ തന്നെ ഫ്രഞ്ച് എസൻസും. ഇതെല്ലാം ഇവരുടെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. സോ എൻവി ഡാർക്ക് അത് എങ്ങനെയുണ്ട് നോക്കാം. ഇത് 50 ml ആണ്. 2000 ഇതിൽ 349 ആണ് MRP. ബട്ട് ഐ തിങ്ക് 200 ചേഞ്ചിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. പെർഫ്യൂമിന്റെ ബോട്ടില് എനിക്കിത് പിടിക്കുമ്പോഴൊക്കെ നമ്മൾ പഴയ കാലത്ത് ഫോണുകൾ ഉണ്ടായിരുന്നല്ലോ, കുറച്ചത് അതിന്റെ എന്താ പറയാ, വണ്ണം കൂടുതലായിരിക്കും, പക്ഷെ വലിയ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു വീതിയൊക്കെ കുറഞ്ഞ് പഴയ നോക്കിയ N70 ഒക്കെ പിടിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ഇൻഹാൻഡ് ഫീലാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് കണ്ടപ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്തോ പഴയ നമ്മൾ കണ്ടു പറഞ്ഞ എന്തോ ഒരു സാധനം പോലെ, ഒരു പഴയ പവർ ബാങ്ക്, പഴയ മോഡൽ മറ്റേ 18650 ബാറ്ററി വന്നിരുന്ന പവർ ബാങ്ക്, അതൊക്കെ ഈ ഒരു ഷേപ്പിലല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എനിക്കിത് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പൊ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ബോട്ടിൽ നല്ല ബോട്ടിലാണ്, ആറ്റമൈസറും നല്ലത് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ ഫ്രാഗ്രൻസ് ഈ ബ്ലൂ കളറിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. ഈ ബ്ലൂ കളർ മോസ്റ്റ്ലി ബുൾഗാരി അക്വ, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, ഡൺഹിൽ ഡിസയർ ബ്ലൂ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലാണ് ചെന്നെത്താറുള്ളത്. സോ ഇത് ഡൺഹിൽ ഡിസയർ ബ്ലൂവിന്റെ ഒരു ഇൻസ്പയർഡ് വെർഷനാണ്. ഡൺഹിൽ ഡിസയർ ബ്ലൂ ഇപ്പോൾ പല ആളുകളും പല ഷോപ്പിംഗ് മാളുകളിലൊക്കെ ചില ഇൻസ്റ്റന്റ് ബ്ലെൻഡ് ചെയ്യുന്ന ആളുകൾ ഡൺഹിൽ ഡിസയർ ബ്ലൂ കുറച്ച് കോമൺ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രാഗ്രൻസ് ആണ്. അവരിത് ഷാറൂഖ് ഖാന്റെ പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. സോ അതൊന്നുമല്ല ഷാറൂഖ് ഖാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞത്, അത് ഡൺഹിൽ ഐക്കാന്റെ ഒരു ഫ്ലാങ്കറാണ്. എനിവേസ് ഇത് ഡൺഹിൽ ഡിസയർ ബ്ലൂ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഡൺഹിൽ ഡിസയർ ബ്ലൂ എന്ന് പറയുമ്പോൾ ഓപ്പണിങ്ങിൽ ഇതിലൊരു ഫ്രഷ്നെസ് തന്നെയാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ്നെസ് തന്നെ. നമുക്ക് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, പിന്നെ CK എറ്റേണിറ്റി ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിന്റെയും ഓപ്പണിങ്ങിലുള്ളത്. പിന്നെ അതിൽ തന്നെ ഒരു അരോമാറ്റിക് നോട്ട്സ് അതിന്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. അരോമാറ്റിക് എന്താണെന്ന് ചിലർ ചോദിക്കും. പൂക്കളുടെ ഒക്കെ ഫ്രാഗ്രൻസുകൾ, അതായത് അതിൽ വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ചെറിയൊരു എവിടേക്കോ വേറൊരു ഒത്തിരി കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഫ്ലോറലൊക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസും ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഓപ്പണിങ്ങും ഒരു മിഡിൽ നോട്ട്സിന്റെ ഒരു പകുതിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ബാക്കി മിഡിൽ നോട്ട്സിൽ കുറച്ചൊരു വുഡി ഫ്രാഗ്രൻസുകളുണ്ട്. ഏറ്റവും ഡ്രൈ ഡൗൺ പോകുമ്പോൾ ഒരു ആംബർ പ്ലസ് ചെറുതായിട്ടൊരു ടോങ്കബീന്റെ ടച്ച് ഒക്കെ വരുന്ന ഒരു ഫ്രാഗ്രൻസ്. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഒരു മാൻലി മസ്കുലിൻ ഓഫീസ് പെർഫ്യൂമാണ്. ഒറിജിനലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രാഗ്രൻസ് സിമിലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതെനിക്ക് അത്ര അധികം പെർഫോം ചെയ്യാനായിട്ട് തോന്നിയിട്ടേ ഇല്ല. സാധാരണ എൻവി പെർഫ്യൂംസ് നമുക്ക് നല്ലതായിട്ടാണ് തോന്നാറുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കിട്ടിയ പെർഫ്യൂം ഇത് തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല. ഒരു 30 മിനിറ്റ്സിന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനെ ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അവിടുന്ന് ഒരു മാക്സിമം ഒരു 1.5 hours വരെയുള്ള ഒരു ലോഞ്ചിവിറ്റി. അപ്പൊ ഇനിയിപ്പോ ചിലർ എഴുതും ഇതിപ്പോ സമ്മർ ആയതുകൊണ്ടല്ലേ, ഞാൻ വീഡിയോ ചെയ്യുന്നത് സമ്മറിലായതുകൊണ്ട്. ഒരിക്കലുമല്ല. ഈ പെർഫ്യൂം ഐ തിങ്ക് മോർ ദാൻ 1 year ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു 1 yearന്റെ ഉള്ളിൽ. സോ പല ഒക്കേഷൻസിലായിട്ട് ഞാൻ യൂസ് ചെയ്തതും പിന്നെ ഈവൻ റൂമിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. എനിക്ക് എവിടെ അപ്ലൈ ചെയ്താലും ഇത് ഇത്രേ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ EDP കോൺസെൻട്രേഷൻ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും ഈ പെർഫ്യൂമിനില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൺഹിൽ ഡിസയർ ബ്ലൂ പെർഫ്യൂമിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ കോസ്റ്റിന് കിട്ടുന്ന ഒരു പെർഫ്യൂം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. അതല്ലാതെ ഇതിന് വേറെ
USP അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസോ എനിക്ക് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. എന്തായാലും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഇതൊരു മസ്റ്റ് ബൈ ആണെന്ന് അങ്ങനെയൊന്നും പറയണില്ല. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.